ഹായ് ഹലോ, ഇന്നെൻ്റെ കമ്പനിയുടെ ഇഫ്താറാണ് കേട്ടോ, നോമ്പ് തുറയാണ്. അപ്പോൾ 5-5:30 ആകുമ്പോൾ സാർ അവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോകാനായിട്ട് റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. ഞാൻ ആക്ച്വലി ഇതൊരു ഷോർട്സ് ആയിട്ട് എടുക്കണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് എടുക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ലോങ് വീഡിയോ, ചെറിയ രീതിയിൽ ഒരു ലോങ് വീഡിയോ ആയിട്ട് എടുക്കാൻ വിചാരിച്ചു. ഞാൻ എൻ്റെ ന്യൂ ഇയറിൻ്റെ ഒരു ലോങ് വീഡിയോ എൻ്റെ യൂട്യൂബിൽ ഇടണമെന്ന് വിചാരിച്ചായിരുന്നു. അതിൻ്റെ ഫസ്റ്റ് അതായിരിക്കും ഇട്ടെന്ന് വെച്ചാൽ, പക്ഷേ ഞാനത് ഇട്ടില്ല. കുറച്ച് ഇഷ്യൂസ് കാരണം ഞാനത് ഇട്ടില്ല. അങ്ങനെ എന്തായാലും ഇതിടാമെന്ന് വിചാരിച്ചു. ഈ ഹോട്ടലിൽ വെച്ചിട്ടാണ്, പ്ലാറ്റിനം കോസ്റ്റ് ഹോട്ടൽ ആൻഡ് അപ്പാർട്ട്മെൻറ്റ്സിൽ വെച്ചിട്ടായിരുന്നു നമ്മുടെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. ഞങ്ങൾ സ്റ്റാഫുകളൊക്കെ ആദ്യം തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. സാറ് വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അവിടെ പോയി. ഈ ഹോളിൽ വെച്ചിട്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ പരിപാടി. ഹോളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇത്രയും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാനാണ് കോർഡിനേറ്റർ. ഞാൻ ഡീറ്റെയിൽസ് കാര്യങ്ങളിൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, മെനു ഒക്കെ. പക്ഷേ ഇത്രയും അടിപൊളിയായിട്ട് അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ലായിരുന്നു. ഇതാണ് നമ്മുടെ ഫുഡിൻ്റെ സെക്ഷൻ വന്നിട്ട്. കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, പിന്നെ ഡെസേർട്ടുകൾ, റെഡ് വെൽവെറ്റ്, അതുപോലെ കസ്റ്റേർഡ് സാലഡ്, അതുപോലെ ടെൻഡർ കോക്കനട്ട് പുഡിങ്, അങ്ങനെ നിറയെ വെറൈറ്റി ഓഫ് ഡെസേർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇത് സാലഡ് സെക്ഷൻ ആയിരുന്നു കേട്ടോ. കുക്കുംബർ, ക്യാരറ്റ്, അങ്ങനെ നിറയെ വെജീസ് കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ട്. പിന്നെ അതായത് കുറച്ച് എണ്ണക്കടികൾ കാര്യങ്ങൾ, ഇതെല്ലാം അറബിക് മീനായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് മൊത്തം ഈ ഫുഡെല്ലാം അറബിക് സെക്ഷനിൽ ഫിഷ്, അതുപോലെ ചിക്കൻ, മജ്ബൂസ്, അങ്ങനെ എന്തൊക്കെയും നിറയെ സംഭവങ്ങളായിരുന്നു. ഞാനുണ്ടല്ലോ അറബിക് ഫുഡ് ഒന്നും കഴിക്കില്ല കേട്ടോ. എനിക്കെല്ലാം നമ്മുടെ നാട്ടിലെ ഒരു നാടൻ ഫുഡിൻ്റെ വൈബ് മാത്രമേ ഉള്ളൂ. ഞാൻ കുറേ ട്രൈ ആക്കിയിട്ടുണ്ട് കേട്ടോ, കഴിക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ കഴിക്കുകയും ചെയ്തില്ല. അതുകൊണ്ട് എനിക്ക് സെപ്പറേറ്റ് മെനു ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഒന്നും കഴിക്കില്ലായിരുന്നു. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ നാട്ടിലെ ഒരു ടൈപ്പ് ഓഫ് ഫുഡില്ലേ അത് വേണം എന്നുള്ളത്. കണ്ടൂടെ ഞാൻ നാട്ടിൽ വിളിച്ചാലും ബുദ്ധിമുട്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടത് എൻ്റെ ഓഫീസിലെ ക്ലോസ് ഫ്രണ്ടാണ് കേട്ടോ. ഞാനും അവളും കൂടെ ഫിറ്റ് ചെക്കിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ അപ്പോഴേക്കും നിറച്ച് ആൾക്കാരായി. അപ്പോൾ നമ്മൾ വേണ്ടാന്ന് വെച്ചു കേട്ടോ. പിന്നെ അതാ നോമ്പൊക്കെ തുറന്നു, എല്ലാവരും വെള്ളം, ഈത്തപ്പഴം കാര്യങ്ങളെല്ലാം കഴിച്ചു. ഇതാണ് സാർ എനിക്ക് സെപ്പറേറ്റ് മെനു ആക്കി തന്നത് കേട്ടോ. ചിക്കൻ ചില്ലി, ഗീ റൈസ്, പത്തിരി, പനീർ ബട്ടർ മസാല. ഞാൻ സാർ ഇത് ചെയ്യുന്ന ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. എന്നാലും ചോദിച്ചപ്പോഴും നോക്കാം എന്നുള്ള രീതിയിലാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ സാർ നമുക്ക് സെറ്റ് ചെയ്ത് തന്നു. വലിയ സന്തോഷം. എന്നിട്ട് എനിക്കിത് കിട്ടിയതിൻ്റെ സന്തോഷം പോരാത്തതിന് ചിക്കൻ ചില്ലി അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഇന്ത്യയിൽ നിന്ന് ചിക്കൻ ചില്ലി എടുത്ത് കഴിച്ചു കേട്ടോ. എല്ലാവർക്കും അത് നല്ല ഇഷ്ടപ്പെട്ടു. എല്ലാവരും പറയായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ഡെസേർട്ടിൻ്റെ സെക്ഷനിൽ പോയിട്ടിതാ ഞാൻ റെഡ് വെൽവെറ്റും അതുപോലെ വാഞ്ചോൻ്റെ കേക്കായിരുന്നു തോന്നുന്നു, പിന്നെ നമ്മുടെ ടെൻഡർ കോക്കനട്ട് പുഡിങ്ങും എടുത്തു കേട്ടോ. എല്ലാവരും ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ഓഫ് കേക്കായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു, എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. നെജ് വന്ന് മൊത്തത്തിൽ ക്യൂട്ട്നെസ് വാരി വിതറിക്കൊണ്ടായിരുന്നു കേട്ടോ. മൊത്തത്തിൽ കഴിക്കുന്ന എല്ലാ ഫുഡും റിവ്യൂ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പിന്നെ അത് വോയിസ് ഓണാക്കാത്തതുകൊണ്ടാണ് എല്ലാവരും റിവ്യൂ ആയിരുന്നു. എനിക്കാണെങ്കിൽ എല്ലാം കഴിച്ചിട്ട് കേക്കിൻ്റെ ഫ്ലേവറൊന്നും മനസ്സിലാവില്ല, എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിച്ചിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഡെസേർട്ട് കാര്യങ്ങളെല്ലാം കഴിക്കൽ കഴിഞ്ഞ് ഇതാണ് ടെൻഡർ കോക്കനട്ട്. ഈ സാധനം അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല മീഡിയം മധുരമൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മുടെ ഇഫ്താർ ഓൾമോസ്റ്റ് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇറങ്ങി കേട്ടോ. അപ്പോൾ എൻ്റെ ചെറിയൊരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം.